Hello, welcome back to my YouTube channel. കുറേയായി ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടും കുറച്ച് ബിസി ആയി പോയതുകൊണ്ടുമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോടാണ്, എൻ്റെ പേര് രജിക രാജൻ. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തിരിച്ചും സപ്പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കുറേ ആയി പട്ട് സാരികളൊക്കെ ഉടുത്തിട്ട് അപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്ക് ചെയ്ത് നോക്കിയാലോ എന്നാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. സാരിയൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങാം, അത്ര തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ സാരി വരുന്നത്. എൻ്റെ അമ്മയുടെ ഒരു പട്ടുസാരിയാണ്. ഞാൻ മുന്താണിയൊക്കെ നല്ല പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് മേക്കപ്പിൽ തുടങ്ങാൻ ഞാൻ എൻ്റെ മാല, കമ്മൽ, പൊട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫേസ് ഞാനൊന്ന് കഴുകിയതായിരുന്നു നേരത്തെ. പിന്നെ ഞാൻ ഭയങ്കര വലിയൊരു മേക്കപ്പ് റുട്ടീനൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ കയ്യിലുള്ള ചെറിയ കുറച്ച് ഐറ്റംസ്, അതും പൗഡർ, നമ്മുടെ കാജൽ, ഐലൈനർ, ഇതൊക്കെ തന്നെയാണ്. ലിപ്സ്റ്റിക്, ലിപ് ബാം, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഞാൻ ഈ മുടി ഒന്ന് ഒതുക്കി കെട്ടി വെക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മേക്കപ്പ് ഭയങ്കര സിമ്പിൾ മേക്കപ്പായിരിക്കും. ഫസ്റ്റ് ഞാൻ ചെറുതായിട്ടൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഞാനിങ്ങനൊന്നും ഭയങ്കര മേക്കപ്പ് ഒന്നും വെക്കില്ല. എല്ലാം ഞാൻ കയ്യിലാണ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ വിളിപ്പം. ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ വിറ്റാമിൻ സി ആൻഡ് നിയാസിനമൈഡ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. നമ്മുടെ ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഫുൾഫിൽ ചെയ്തിട്ട് വരാം. ഇനി കുറച്ച് യാർലി പൗഡർ എൻ്റെ കയ്യിലോട്ട് കുറച്ചിടുക. ഓക്കെ, ഒന്ന് ഫുൾഫിൽ ചെയ്യട്ടെ. അയ്യോ, വെള്ളപോകം പോലെ. ഇനി എൻ്റെ ഒരു പണിയുണ്ട്. അതായത് എനിക്കിതൊന്ന് തുടച്ച് മാറ്റണം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ ഇട്ടിട്ട് തുടച്ച് മാറ്റുന്ന സ്വഭാവം? കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണ്ടേ? ഓക്കെ, ഇത്ര മതി, കുഴപ്പമില്ല. അടുത്തത് നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡാസ്ലറിൻ്റെ ഐലൈനർ ആൻഡ് കാജൽ കോംബോ ആണ്. എൻ്റെ ഫേവറേറ്റ് ആണിത്. ഇത് തന്നെയാണ് ഞാൻ 2 പ്രാവശ്യം വാങ്ങിച്ചത്. ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ്. ഫസ്റ്റ് ഐലൈനർ ഇത് കഴിഞ്ഞു. ഇനി എനിക്കിത് പുതിയത് മേടിക്കണം. അത് ചെറുതായിട്ട് ഞാനിത് എഴുതി കഴിഞ്ഞിട്ട് വരാം. സീ ദ ഡിഫറൻസ്. കണ്ണെഴുതുമ്പോഴും കണ്ണെഴുതാത്തപ്പോഴും ഈ കണ്ടുഎഴുതട്ടോ. അങ്ങനെ നമ്മുടെ ഐലൈനർ ഓക്കെ ആയിട്ടുണ്ട്. കാജൽ എഴുതാം. കണ്ണൊക്കെ എഴുതുമ്പോൾ വാതിർന്നിരിക്കുന്നത് സർവ്വസാധാരണമെന്നാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് സാധാരണയായിട്ട് ഇങ്ങനെ താഴെ കണ്ണെഴുതുമ്പോൾ പടരാറുണ്ട്. പക്ഷെ ഈ ഡാസ്ലറിൻ്റെ കാജൽ അങ്ങനെ എനിക്ക് വലുതായിട്ട് അത്രത്തോളം അങ്ങനെ പടരാറില്ല. ഓക്കെ, ഇപ്പോൾ ഫേസ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ഐ ഷാഡോ, അതുപോലെ നമുക്ക് ബ്ലഷ് ഇടണം. അത്രേ ഉള്ളൂ. അത് നമുക്ക് സാരി ഉടുത്തതിന് ശേഷം ഇടാം. ഓക്കെ, നമ്മുടെ സാരി വെയറിങ് അങ്ങനെ കഴിഞ്ഞു. മുന്താണി വരുന്നതിൻ്റെ സെയിം പച്ചയാണ് നമ്മുടെ ബ്ലൗസ്. പക്ഷേ നമ്മുടെ ബോർഡറിൽ വരുന്ന പച്ച ഭയങ്കര ലൈറ്റാണ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇയറിങ്സ് നോക്കാം. ഇയറിങ്സ് ആണ് ഒരു ഭയങ്കര ട്രഡീഷണൽ ലുക്കുള്ള ഇയറിംഗ് ആണിത്.
ഭയങ്കര ഓവറായി പോകും എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ലിപ് ബാം ഇടാം. ഞാൻ ചാറ്റെക്സിൻ്റെ എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണിത്. കാരണം പിഗ്മെൻറ്റേഷന് ഒരുപാട് ഡ്രൈ ആയിരിക്കുന്നുണ്ട്. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പം ലിപ് ബാം ഇട്ടതിന് ശേഷമാണ് ഞാനെപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടാറുള്ളത്. ഇട്ടിട്ടാണ്. ഞാനിതൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. മേരി ജോക്കയുടെ ലിപ്സ്റ്റിക്ക്, മറ്റേ ലിപ് കളർ മിക്സാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ഇത് തന്നെയാണ് എവിടെ പോയാലും ഞാൻ ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ ഇത് തന്നെ ഇടുള്ളൂ. അന്ന് ഞാൻ അങ്ങനെ എനിക്ക് ഒരുപാട് ലിപ്സ്റ്റിക്കൊന്നും ഇല്ല. ഇതുകൂടെ ചേർത്ത് ഒരു 3 ഞാൻ മേടിച്ചിട്ടുള്ളൂ. എനിക്കങ്ങനെ ഒരു കളക്ഷനായിട്ടൊന്നുമില്ല. അപ്പം നമുക്കിനി ബ്ലഷും കൂടെ ഇതിനകത്തുനിന്ന് തന്നെ ഞാനിങ്ങനെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ബ്ലഷില്ല, ഐ ഷാഡോസ് ഇല്ല. ഇത് തന്നെയാണ് പോണത്. എനിക്കങ്ങനെ ഇങ്ങനെ ഓരോന്നിനും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്തത്. പിന്നെ ഞാനങ്ങനെ എപ്പോഴും യാത്ര ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഇപ്പം ഞാൻ വീട്ടിലായതുകൊണ്ടും മതിയല്ലോ അല്ലേ. നമ്മുടെ പൊട്ട്, നമ്മുടെ ഗെയിം ചേഞ്ചറിനെ നമുക്ക് വരവേൽക്കാം. ഫാനിൻ്റെ ശബ്ദം കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരിക്കാം എന്ന് തോന്നുന്നു. ചൂട് കാരണം സഹിക്കാൻ വയ്യ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇനി നമുക്ക് മുടിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്തു. ഇതെൻ്റെ കയ്യിൽ നമുക്ക് പ്ലാസ്റ്റിക് പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇനി ഒരു 4 വളയും കൂടി ഇടാം. അതായിട്ട് കുറയ്ക്കണ്ട. ഓക്കേ, ഒരു തമിഴത്തെ ലുക്കായോ. ഫൈനലി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.